ഹലോ പിള്ളേരെ, പുതിയ വീഡിയോ. നമ്മുടെ എലോൺ മസ്ക് പുതിയ ഫോൺ ഇറക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞ്. ട്വിറ്റർ ഫോണെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. ട്വിറ്റർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഫോണെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഒരു ടെസ്ലയുടെ പൈ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ നോർമലി നമുക്ക് കിട്ടുന്ന സാംസങ്, ഈ OnePlus ഇതിൽ നിന്നെല്ലാം വേറിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉക്രൈനിൽ വാർ നടന്ന സമയത്ത് അവിടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ സ്റ്റാർലിങ്ക് ആയിരുന്നു. സ്റ്റാർലിങ്കിൻ്റെ പ്രത്യേകത ഡയറക്റ്റ് സാറ്റലൈറ്റിൽ നിന്ന് ഇൻ്റർനെറ്റ് വരുന്നു. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് മരുഭൂമിയിലും ഇൻ്റർനെറ്റ് കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പൈ ഫോണിൻ്റെ അകത്ത് അല്ലെങ്കിൽ ടെസ്ല ഫോണിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് കിട്ടുന്നത് സാറ്റലൈറ്റിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ചിലപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നെന്ന് വരും. എന്നാലും സാധനം അടിപൊളിയല്ലേ. രണ്ടാമത്തത്, നിങ്ങൾക്കൊരു ടെസ്ല ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു കാറാണ് ടെസ്ല കാർസ്. അതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതും ഒരു ഫീച്ചർ തന്നെയാണ്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ആസ്ട്രോ ഫോട്ടോഗ്രാഫി. അതായത് സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ ടെസ്ല, സ്പേസ് എക്സ് ഒക്കെ. അപ്പോൾ നമ്മുടെ പൈ ഫോണിൻ്റെ അകത്തുള്ള ക്യാമറയ്ക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അതായത് ഈ ചന്ദ്രനെയും സാധനങ്ങളെയൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫി ഈ കാണുന്നത്, ഇതേപോലെ എടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി മറ്റ് ഫോണുകളിലെയും DSLR-ലൊക്കെ ഉള്ളതുപോലെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആൻഡ് കുറച്ച് എൻഹാൻസ്മെൻറ്റും ഉണ്ടായിരിക്കും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ സ്പേസിൽ പോയിട്ടും ഒരു ഫോട്ടോ എടുത്തിടാമെന്നാണ് എലോൺ മസ്ക് അണ്ണൻ പറയുന്നത്. എന്തായാലും വരപ്പറിയാം. നാലാമത്തത് ക്രിപ്റ്റോ കറൻസി. അതായത് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നു ആ ഫോണിൻ്റെ അകത്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലുള്ള അനലിറ്റിക്സും കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും 8 GB റാമുള്ള ഒരു ഫോണിൻ്റെ അകത്ത് നിന്ന് ഒരു മൈനിങ് ഒക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ അത് പോസിബിൾ ആണോ എന്നുള്ള കാര്യം. ബട്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഫൈനലായിട്ടുള്ള ഫീച്ചർ ന്യൂറാലിങ്ക്. ഇതാണ് നമ്മുടെ ഞെട്ടിക്കുന്ന സാധനം. അതായത് മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്ന് ഒരു മെഷീനിലേക്ക് ഡേറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പല രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റ് കാണിക്കുന്നതാണ് ഈ ന്യൂറാലിങ്കിൻ്റെ പരിപാടി. കംപ്ലീറ്റ് ആയിട്ടില്ല ന്യൂറാലിങ്ക്. ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് ഇപ്പോൾ. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറീസ് നമുക്കൊരു ചിപ്പിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമുക്ക് മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള കുറച്ച് വിചിത്രവും ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് നെറ്റ് ചൊളിക്കുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടികളാണ്. എന്താണെന്നുള്ളത് അറിയില്ല. എന്നാൽ നമ്മുടെ പൈ ഫോണിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് മെയിനായിട്ട് എടുത്തു നിൽക്കുന്ന മറ്റ് ഫോണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സാണ് പറഞ്ഞു തന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അറിവാണ്. കാര്യം നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഈ ഫോണായേക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരായിരിക്കും. ബൈ.